सीधे लिए चलते हैं आपको दिल्ली के विज्ञान भवन, जहां पर ऐतिहासिक वार्तालाप का शताब्दी समारोह आयोजित किया जा रहा है। पीएम नरेंद्र मोदी शिरकत कर रहे हैं। ओम यद्दर्शनं निखिल दुःखहरं पवित्रं यत्पादपङ्कजरजां सखनाशकानि धात्री पुमर्धनिजयस्य जयत्कृपाश्री नारायणं मुनिवरं तमहं नमामि। श्रीनारायण सद्गुरो गुरुकृपावारानिधे पाहिनो नाथ त्वत्पदपङ्कजस्मृतिरिमान् शुद्धीकरोत्तञ्जसा धर्मस्थापनकर्मलोलुपमते तं ब्रह्मराधो भव तस्मै श्रीगुरुमूर्तये नम इदं नारायणायन्वहम्। ओम शांति शांति शांति। ओम तत्सत्। Pranam Swamiji. I humbly request Srimad Swami Shubhangananda, General Secretary, Sri Narayana Dharma Sangam Trust, to welcome the esteemed guests, dignitaries, delegates, and devotees assembled here. Om Sri Narayana Parama Gurave Namaha. Our Honorable Prime Minister of India, Sri Narendra Modi ji, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹനിർഭരമായ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയുമായി നടന്ന സമാഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ് നാം എല്ലാവരും ഇന്നിവിടെ സംഗമിച്ചിരിക്കുന്നത്. ഗുരുദേവനും ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകളും സംഭാഷണങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം ആദരവ് പ്രകടിപ്പിച്ച മഹാനായ ഇന്ത്യയുടെ പുത്രനാണ് ശ്രീ നരേന്ദ്ര മോദിജി. അതിനുശേഷം ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന്റെ അതിഥികളെ, സഹോദരങ്ങളെ, നമസ്കാരം. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ആ സന്ദർശനം ഗാന്ധിജിയുടെയും ഭാരതത്തിന്റെയും ചരിത്രത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും മഹാത്മാഗാന്ധി സമ്പൂർണ്ണ ഐത്തോച്ചാടനത്തിനു വേണ്ടിയും അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പുരോഗതിക്കു വേണ്ടിയും സമ്പൂർണ്ണ പ്രവർത്തനം ആരംഭിച്ചത് അതോടുകൂടിയാണ്. ശിവഗിരിയിൽ വന്നതിന് ശേഷമാണ് മഹാത്മാഗാന്ധി താൻ നടത്തിയിരുന്ന യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ പേര് മാറ്റി ഹരിജൻ, അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ്ജിയെ കൊണ്ട് ആ പ്രസംഗം അവിടെ പാർലമെന്റിൽ മുഴക്കിയതിൽ ശ്രീനാരായണ സമൂഹത്തിനുള്ള ആദരവും ശ്രീനാരായണ സമൂഹത്തിനുള്ള അഭിമാനവും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുവിനോടും ശ്രീനാരായണ പ്രസ്ഥാനത്തോടും അദമ്യമായ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ശിവഗിരിയുടെ വികസനത്തിനായി ടൂറിസം പാക്കേജിൽ 69 കോടി രൂപ ശിവഗിരിക്ക് വേണ്ടി സമർപ്പണം ചെയ്ത് ശിവഗിരിയുടെ പ്രവർത്തനത്തിൽ ഇന്നത്തെ ഗവൺമെന്റ് പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് അടുത്തിരുന്ന്
ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഒരു റോഡുണ്ടാകണം. അതിന് അങ്ങയുടെ നിർദ്ദേശമുണ്ടാകണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഞാൻ ചെക്ക് ചെയ്യാം, പരിശോധിക്കാം, അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ ഏകലോക ദർശനം ജാതി മത ഭേദചിന്തകൾക്കതീതമായി ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഗുരുവിന്റെ വിശ്വദർശനം